പടം കത്തും. എൻ്റെ പൊന്നെ, ഒരു 95% കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടം. കാരണം നമ്മൾ ആടെന്ന് പറയുന്ന ഒരു സംഭവം ഫണ്ണ്, ഈ സാധനം പിന്നെ ചെറിയ ചെറിയ ആക്ഷൻസ്, പക്ഷെ ആ ഫണ്ണും ഒരു റിയൽ ആക്ഷനും കൂടെ ഒരുമിച്ച് അവർക്ക് കൊണ്ടുപോകാൻ പറ്റി. അതുപോലെ ഒരു ഹോളിവുഡ് ലെവൽ, അത് ഹോളിവുഡ് ആൾക്കാർ മൊത്തത്തിലൊരു ഫോറിൻ എന്തുവാണ് ചെയ്തത്. എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ പോയി കാണാം. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന മൂവീസ്, സിനിമയ്ക്ക് സമയം കൊടുത്ത് സിനിമേനെ സ്നേഹിച്ച് എൻജോയ് ചെയ്ത് കാണുന്ന ആൾക്കാരും, അതുപോലെ തന്നെ ഫാമിലീസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ്, മെയിനായിട്ട് ഫ്രണ്ട്സ്, ഫാമിലീസ്, കപ്പിൾസ്, ആർക്കും വന്ന് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിയേറ്റർ മാക്സിമം നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ വന്ന് കാണാം. കാരണം നമ്മളെല്ലാവരും ഒക്കെ കഴിഞ്ഞ് അവസാനം തിരക്ക് കഴിഞ്ഞിട്ട് പോകാന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ആൾക്കാരും കൂടെ ഉള്ളതാണല്ലോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ കൈകൊട്ടാനായാലും നമുക്ക് വിളിക്കാനായാലും, ചിലപ്പോൾ വിളിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല, കൈകൊട്ടുന്ന ആൾക്കാരായിരിക്കത്തില്ല, പക്ഷേ ആൾക്കാർ നിറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അതും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ വന്ന് കാണാം. ഇതിനെ വിജയിപ്പിക്കുക, സിനിമേനെ വിജയിപ്പിക്കുക. കാരണം ഒന്നും പറയാനില്ല, ഭയങ്കര ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ടിക്കറ്റ് ക്യാഷിന് നമുക്കൊരു സാധനം, ഒരു കിടില ഇതിന് വേണ്ടി 500 രൂപ കൊടുത്തായാലും ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര റെഡിയാണ്. അത്രയായിരുന്നു. എല്ലാവരും പോയി കാണാൻ. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പാർട്ട് 2 കാണാൻ വേണ്ടി വെയിറ്റിംഗ്. ധർമ്മജനാണ് അതിനകത്ത് മൊത്തത്തിൽ ഒരു ടൈം ട്രാവൽ 2 വരുമ്പോൾ കിട്ടില്ല. പാപ്പൻ്റെ കാര്യം പറയണല്ലോ, കൊള്ളായിരുന്നു, സൂപ്പർ പടമായിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ബാക്കി ഫസ്റ്റും സെക്കൻഡും കണ്ടല്ല, ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ പടമാണ്.